പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നുണ വികൃതമായ ഒരു കറയാണ്, അജ്ഞൻ്റെ അധരത്തിൽ അത് എപ്പോഴും കാണും. നുണ വികൃതമായ ഒരു കറയാണ്, അജ്ഞൻ്റെ അധരത്തിൽ അത് എപ്പോഴും കാണും. അജ്ഞൻ, അജ്ഞാനി, ജ്ഞാനമില്ലാത്തവൻ്റെ. പ്രിയ സഹോദരങ്ങളെ, നുണ വികൃതമായ ഒരു കറയാണ്. കറ നമ്മുടെ വസ്ത്രത്തിൽ പറ്റിയാൽ അത് ഒന്ന് കളയുക പ്രയാസമാണ്. ഈ കാലഘട്ടത്തിലൊക്കെ പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് കറയാനായിട്ടുള്ള സംവിധാനം കാണാം. ഇതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചിരിക്കുന്ന നുണ എന്ന കറയെ കളയണമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ വസ്ത്രത്തിൽ കറ പുരണ്ടാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ആ കറ കളയാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന കറ കളയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റാർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ വികൃതമായ കറ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെടും. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മാറ്റപ്പെടുക മാത്രമല്ല, ഈ വികൃതമായ കറ മാറ്റപ്പെടുക മാത്രമല്ല, പിന്നെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് പിന്നെ പുറത്തേക്ക് ഒഴുകുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളായിരിക്കും. ഒരു സംശയവുമില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ജ്ഞാനം കിട്ടും. ജ്ഞാനമുണ്ടായി കഴിയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവീക ജ്ഞാനം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അറിവ്, ആ അറിവും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തു കഴിയുമ്പോൾ വികൃതമായ കറ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും മാറ്റപ്പെടും. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ ഹൃദയത്തിൽ വികൃതമായ കറങ്ങളുണ്ട്. ആ കറ ഇരിക്കുന്നതിൻ്റെ പേരിൽ, ആ വികൃതമായ ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതിൻ്റെ പേരിലാണ് നിസാര കാര്യത്തിന് വേണ്ടി തിന്മ ചെയ്യുന്നത്, നുണ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനം, പ്രഭാഷകൻ 27:1-2 തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: നിസാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ദ്രവ്യാഗ്രഹം, ദ്രവ്യാസക്തിയും പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രിയാവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറച്ചിരിക്കുന്നു. ക്രിയാവിക്രയം, കൊടുക്കൽ വാങ്ങലുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പാപം ഉറയ്ക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിസാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. എന്താ നിസാര ലാഭത്തിന് വേണ്ടി? ഈ ലാഭം കിട്ടുവാൻ വേണ്ടി നാക്കുകൊണ്ട് നുണയേ പറയുള്ളൂ, നാക്കെടുത്ത കള്ളം പറയുന്നു. നിസാര ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലാഭമൊക്കെ തീരാൻ എത്ര സമയം വേണം? നിസാര സമയം മതി. അതുകൊണ്ട് നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണം. വേറെ ചില ആൾക്കാരുണ്ട്, ഇപ്പം ഈ ഹൈറേഞ്ചിലും അതുപോലെ തന്നെ മലബാറിൽ, നാടൻ പ്രദേശ പല മേഖലകളിലും ഈ പാൽ കച്ചവടം നടത്തുന്ന വ്യക്തികളുണ്ട്, പശുക്കളെയൊക്കെ വളർത്തുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ പശുവിനെ വിൽക്കുന്ന സമയത്ത് ഉള്ളതിലധികം പാലുണ്ടെന്ന് നുണ പറഞ്ഞാണ് കന്നുകാലികളെ വിൽക്കുക. ചിലപ്പോൾ 5 ലിറ്റർ പാല് കിട്ടില്ല, ചിലപ്പോൾ 2 ലിറ്റർ പാലായിരിക്കും, അല്ലെങ്കിൽ 3 ലിറ്റർ പാല് കിട്ടുന്ന പശുവായിരിക്കും 5 ലിറ്റർ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും കൊടുക്കുന്നത്. നിസാര ലാഭത്തിന് വേണ്ടി ഉള്ളതിലധികം പാലുണ്ടെന്ന് പറഞ്ഞ് കന്നുകാലികളെയൊക്കെ വിൽക്കുക. അതുപോലെ തന്നെ ഗുണം നിറഞ്ഞ, ഗുണമില്ലാത്ത, ഗുണം കുറഞ്ഞ
ഭക്ഷണ സാധനങ്ങൾ മികച്ചതാണെന്ന് പറഞ്ഞ് വിൽക്കുക. നല്ല സാധനം, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ് മികച്ചതാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. പച്ചക്കറി, മത്സ്യം, മാംസം ഇതൊക്കെ ഒരു പക്ഷേ കേടായതാണെങ്കിലും കേടില്ല, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം വിൽക്കുക. അതുപോലെ തന്നെ ചില പാകം ചെയ്ത് മോശമായ സാധനങ്ങൾ പോലും പാകം ചെയ്ത് രുചിക്കൂട്ടുകളൊക്കെ കൂട്ടി വിറ്റ് കാശുണ്ടാക്കും. അതുപോലെ തന്നെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നു. ഒന്നിനും കൊള്ളില്ലാത്ത സാധനം, ഭയങ്കരമായ പരസ്യമാണ്. 12 ബെഡ്ഷീറ്റ്, 8 ബെഡ്ഷീറ്റ്, 6 ബെഡ്ഷീറ്റ്, നിസാരം നോക്കുമ്പോൾ ലാഭം. കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 എണ്ണത്തിൻ്റെ വില മതി 6 എണ്ണത്തിനും 8 എണ്ണത്തിനും. ഒന്ന് കഴുകി കഴിയുമ്പോൾ പരിപാടിയും തീരും. ഞാൻ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പരസ്യമായിട്ട് പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് സത്യത്തിൽ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നുണ പറഞ്ഞ് പറ്റിക്കുന്നു. അങ്ങനെ വലിച്ചു വാരി പറ്റിച്ചുണ്ടാക്കിയ പണം ഈ നിസാര ലാഭത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ്. അത് മരണത്തിൻ്റെ കെണിയായി മാറുന്നു. അവസാനം അത് നീരാവിയായി പോകുന്നു, നീരാവി പോലെ പോകുന്നു. ഈ വലിച്ചു വാരി കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം 2 ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ആത്മപരിശോധന ചെയ്യുക. വികൃതമായ ആ നുണ എൻ്റെ ഹൃദയത്തിലുണ്ടോ? അതൊരു വലിയ കറയായി കിടപ്പുണ്ടോ? നിസാര ലാഭത്തിന് വേണ്ടി നുണ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു വ്യക്തി സ്വഭാവം എനിക്കുണ്ടോ? നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, നുണ വികൃതമായ കറയാണെന്ന് അരുളി ചെയ്ത കർത്താവേ, നിസാര ലാഭത്തിന് വേണ്ടി നുണ പറഞ്ഞ്, കള്ളം പറഞ്ഞ്, വ്യാജം പറഞ്ഞ് വിൽപ്പന നടത്തി, കൊടുക്കൽ വാങ്ങൽ നടത്തി, ക്രിയാവിക്രയങ്ങൾ നടത്തി ധനം സമ്പാദിച്ച ധനമൊക്കെ നീരാവിയായി മാറുകയും അത് മരണത്തിൻ്റെ കെണിയായി മാറുകയും ചെയ്യുന്ന അരുളി ചെയ്ത കർത്താവേ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ഓരോ കുറവുകളെയും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.